ഹായ് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ ഇനി മാരേജ് വേണ്ട എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് എത്തുന്നു. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അറിയാൻ സാധിച്ചത്, ഒരാൾ പറഞ്ഞത് ആളുടെ ഫ്രണ്ട്സൊക്കെ മാരേജ് ചെയ്തിട്ട് വീട്ടിലെപ്പോഴും ഭാര്യയുമായിട്ട് കലഹമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇദ്ദേഹത്തെ മാരേജ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. അവർ ഓൺലി നെഗറ്റീവ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ആൾക്ക് ഏജ് ഇപ്പോൾ എബോവ് 42 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ, ഫ്രണ്ട്സ് പറയുന്നത് മാരേജ് ഒരു തലവേദനയാണ്. സോ നീ മാരേജ് കഴിച്ച് നിൻ്റെ ജീവിതം പോയി, നീ ഇപ്പം സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. സോറി, അതല്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഫ്രണ്ട്സിൻ്റെ മാരേജ് അവരെപ്പോഴും വഴക്കാണ്, സമാധാനമില്ല, ഒരു എപ്പോഴും ഭയങ്കര വഴക്ക് നടക്കുന്നത് കൊണ്ട് വീട് അങ്ങ് ആകെ ഒരു നെഗറ്റീവാണെന്ന് പറയുന്നത്. എല്ലാ വീടും അങ്ങനെയല്ല. നമുക്ക് ഒരു പേജിന് നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. എല്ലാ വശങ്ങളും ചീത്തയായിട്ടില്ലല്ലോ. ഈ ലോകത്ത് എല്ലാ കാര്യം എടുത്ത് നോക്കിയാലും കാണാം, രണ്ട് സൈഡ് ഉണ്ടാവും. എന്നതുപോലാണ് മാരീഡ് ലൈഫിലും. അത് അവരവർ മാനേജ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇത് ഒരു സൈഡിലുള്ള സ്റ്റോറീസ് കേട്ടിട്ട് ഈ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കേണ്ട. അതിസുന്ദരമായ ജീവിതമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ വഴക്കൂടുന്ന പ്രിയ സുഹൃത്തുക്കളെ, മാരേജ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാരെ അങ്ങനെ പിണക്കണ്ട. കാരണം വെച്ചാൽ നിങ്ങൾ മാരേജിൻ്റെ ആ സന്തോഷകരമായ ദിനങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം പിന്നീട് വഴക്ക്. ആ വഴക്കിന് കാരണം എന്താണോ, അതിന് എന്താണോ നിമിത്തമായിരിക്കുന്നത്, അങ്ങനെ വീട്ടിലെ പ്രോബ്ലംസ് എന്താണോ അത് നിങ്ങൾ പരിഹരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോകാരംഭം മുതൽക്കേ മാരേജ് എന്നൊരു സങ്കല്പം നമ്മുടെ ലോകത്ത് തന്നെയുണ്ട്, നാട്ടിലുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കുടുംബത്തിലൊരു കലഹം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരാരും വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്കെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റായിട്ട് ലൈഫ് ഒക്കെ നല്ലതാണ്. പാരൻസിനെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുക നല്ലതാണ്. പക്ഷേ അതിനോടൊപ്പമുള്ള ഒരു ഭാര്യയായിട്ടുള്ളൊരു ലൈഫ് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ലൈഫ് മറന്നു പോകുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കേട്ടതെന്ന് വെച്ചാൽ, അതൊരു യൂട്യൂബ് സ്റ്റോറി ആയിരുന്നു. ഒരു അദ്ദേഹം പറഞ്ഞതാണ്, മോട്ടിവേഷണൽ സ്പീക്കർ പറഞ്ഞതാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും 3 ആൺകുട്ടികളുണ്ടായിരുന്നു. അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് വളർത്തി. ഇൻഡിപെൻഡൻ്റായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ നോക്കുമ്പോൾ അവർ മുതിർന്നവരായി. 3 പേർക്കും വിവാഹപ്രായവും കഴിഞ്ഞു. അപ്പോഴും അവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് എപ്പോഴും ജോബ്, ടാസ്ക് തീർക്കണം, എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം. അപ്പോൾ ഒരു ഭാര്യയുടെ ആവശ്യം അവർക്ക് 3 പേർക്കും തോന്നിയില്ല. പക്ഷെ ഒരു ഭാര്യയുടെ റോളെന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കി തരുന്നതോ ഡ്രസ്സ് വാഷ് ചെയ്ത് തരുന്നതോ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അതല്ല. അതിനുമപ്പുറം ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടെന്ന കാര്യം പാരൻസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറന്നു. അല്ലെങ്കിൽ ഈ മക്കൾ 3 പേരും ഒരു ഇതുപോലുള്ള ഒരു ലവ് സ്റ്റോറി കാണാനോ ഒന്നും സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ ആദ്യകാലം മുതലുള്ള സിനിമയിൽ നോക്കിക്കോളൂ, എല്ലാത്തിലും ഒരു പ്രണയം കാണും അല്ലേ? ഇപ്പം ലവ് മാരേജ് ചെയ്തില്ലെങ്കിലും മാരേജിന് ശേഷം നല്ല പ്രണയം ആവാം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും. പ്രണയം എന്ന് പറയുന്നത് അത് ഒരു പറയാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ ഓശാനയിൽ നസ്രിയ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് അവളെ ഒരു ക്ലാസ്മേറ്റ് ഡോക്ടറേറ്റിന് പഠിക്കുവാണല്ലോ. അപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ അടിവയറ്റിൽ നിന്ന് ഒരു മഞ്ഞുരുകുന്ന ഫീൽ വരുമെന്ന്. ആ ഒരു പോയിന്റ്, ആ സിനിമയുടെ ആ ഒരു പേജ്, അതായത് ഇവരൊരു ടൂർ പ്രോഗ്രാമിലാണ് ആ ഡയലോഗ് അവൾ പറയുന്നത്. അത് വളരെ വാസ്തവമാണ്. ആ സിനിമയിൽ അത് പറഞ്ഞപ്പോൾ തന്നെ അന്താളിച്ചു പോയി. അത് ശരിക്കും റിയലാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ധാരാളം മനസ്സിലാകും. അതാണ് ശരിക്കും ഒരു ശരിയായ പ്രണയം എന്ന് പറയുന്നത്. ആ ഒരു ശരിയായ പ്രണയത്തിലേക്ക് വരണം. എപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലാതെ ഒരു മാരീഡ് ലൈഫ് കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ വർക്കായി, 2 പേർക്കും ഈഗോ ആയി, പിന്നെ വഴക്കായി, അതൊന്നും അല്ല. മനസ്സ് തുറന്ന് പ്രണയിക്കേണ്ട സമയത്ത് എപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അല്ലാതെ എന്തിനാണ് നമ്മൾ മാരേജ് ചെയ്യുന്നത്?
എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കണം. അല്ലാതെ മാരീഡ് ലൈഫിനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് ഞാൻ എല്ലാ ഈ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ സിംഗിൾ ലൈഫ് മതി എന്ന് പറയുന്നവരോട് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാകും ചെയ്തത് ഒരു മണ്ടത്തരമായി പോയോ എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ അല്ലാതെ അവിടെ സമ്പത്തോ എഡ്യൂക്കേഷൻ പണം ഇതല്ല. ഒരു പ്രപ്പോസൽ നോക്കുമ്പോൾ ഇവിടെ ഇപ്പം നിങ്ങളൊരു ഈ പറഞ്ഞതുപോലെ ഒരു മാരീഡ് ലൈഫ് സൗന്ദര്യമുള്ളതാണ്. അതുപോലെ നമ്മൾ പാർട്ട്ണർ എന്ന് പറയുന്നതും അത് തന്നെ ആയിരിക്കണം. അതിന് നിങ്ങളിപ്പോൾ ഒരു പ്രപ്പോസൽ നോക്കി ഒരാളെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. പക്ഷെ നിങ്ങളൊരു 6 months എങ്കിലും കുറഞ്ഞ കാലയളവിൽ അദ്ദേഹത്തെ ഫോണിലൂടെയും ഇടയ്ക്ക് ഡയറക്റ്റും അതായത് പാരൻസിൻ്റെ സമ്മതത്തോടെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾക്ക് മാരീഡ് ലൈഫിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൽ നമുക്ക് ആദ്യം വേണ്ടത് അയാളുടെ കൾച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. മീൻസ് അയാളുടെ പെരുമാറ്റം, സംസ്കാരം, ഇത് മസ്റ്റാണ്. നമുക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ സംസ്കാരമില്ലാത്ത ഒരാളോട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അത് മാരീഡ് ലൈഫിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും എവിടെയും നമ്മൾ അങ്ങനെയുള്ളവരെ അങ്ങ് മാറ്റി നിർത്തും. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഈയിടയ്ക്ക് ഞാനൊരു ട്രെയിനർ പ്രോഗ്രാം കേട്ടു. അദ്ദേഹം USA നിന്ന് പ്രോഗ്രാം നമ്മുടെ കേരളത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 1 month ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് കുറച്ചൊക്കെ മിസ്സായി. എന്നാലും ലാസ്റ്റ് 30th ഡേയിൽ 30 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. 30th ഡേയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരാളെ നെഗറ്റീവായിട്ട് തോന്നിയാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ അങ്ങ് വെറുക്കുകയല്ല കേട്ടോ, മാറ്റി അങ്ങ് നിർത്തിക്കുക. ആ ഒരു ശീലം, അങ്ങനെ ഒരു എനിക്ക് ആ ഹാബിറ്റ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ്, മാറ്റി നിർത്തും. നെഗറ്റീവ്സിനെ ഒന്നും കൂടെ എൻ്റെ കൂട്ടത്തിൽ ആരും നെഗറ്റീവ്സ് ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇവിടെ നമ്മുടെ മാരീഡ് ലൈഫിൽ നോക്കുമ്പോൾ ആളുടെ സംസ്കാരം നോക്കണം, സംസാരം എങ്ങനെ, പെരുമാറ്റം എങ്ങനെ. ആക്ച്വലി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഒരാളെയാണ് ആഗ്രഹിച്ചിരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി ഓരോ സിനിമയിലും എന്ന് പറഞ്ഞ് ബാക്കിയുള്ള നടന്മാർക്ക് ഇല്ലെന്നല്ല, പക്ഷെ മമ്മൂട്ടിക്കൊരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാരെ കണ്ടാൽ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ തിരിച്ചും പുരുഷന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഏതെങ്കിലും നമ്മുടെ നായിക സങ്കല്പത്തിൽ കഥാനായികയിലേക്ക് ആരെങ്കിലും പോലെ ആകാൻ താല്പര്യം ഉള്ളവരും കാണും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം, സംസാരം ഒക്കെ ആയിരിക്കണം, സ്നേഹിക്കാൻ അറിയാവുന്നതായിരിക്കണം. അല്ലാതെ മാരേജ് ആലോചിക്കുമ്പോൾ തന്നെ ആളുടെ എഡ്യൂക്കേഷൻ, ആളുടെ സാലറി, ആളുടെ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും, ഗോൾഡ് അല്ലെങ്കിൽ ഡൗറി എന്നൊക്കെ പറയുന്ന സംവിധാനം ഇല്ലയെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നും അറിയാം. അപ്പം ഇങ്ങനെയുള്ള പ്രതീക്ഷിച്ചും കൊണ്ടായിരിക്കരുത്. ഇതിനേക്കാളും അപ്പുറം നമ്മുടെ പാരൻസൊക്കെ വിചാരിക്കും ഇത്രയും നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പയ്യന് വേണ്ടി വാങ്ങുമ്പോൾ അവിടെ അവരുടെ മാരീഡ് ലൈഫ് സ്വർഗമായിരിക്കും. ഒരിക്കലും അല്ല. അവർ മനസ്സിന് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിൽ പ്രണയം തോന്നിയെങ്കിൽ മാത്രമായിരിക്കും. അല്ലെങ്കിലുള്ള ലൈഫെല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും. ഈ നമ്മളിപ്പോൾ എന്ന് കേൾക്കുന്ന പോലെ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഒരു റോബോട്ടിനെ കൊണ്ടു നിർത്തിയാൽ അയാൾക്ക് നമ്മൾ മാരേജ് ചെയ്തിട്ടോ ഒരു വികാരവും ഇല്ലെങ്കിൽ അതൊരു മനുഷ്യനാണോ? ആൾക്ക് സമ്പത്തിലോട്ടാണ് നോട്ടം, നല്ല ടാസ്കുകൾ ചെയ്യുക എന്നതിലാണെങ്കിൽ അതല്ല. അപ്പം എപ്പോഴും ആദ്യം വേണ്ടത് പ്രണയം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഫോർവേഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെഗറ്റീവ് കമൻസ് വേണ്ട, നല്ല കമൻസ് ആണെങ്കിൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.